ഇനി നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പിലിട്ട മാങ്ങയുടെ ചമ്മന്തി കണ്ടാലോ. നമ്മൾ ഉപ്പിലിട്ട മാങ്ങയുടെ പല രീതിയിലുള്ള ചമ്മന്തി തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അധികം ടൈമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇപ്പം ഞാൻ എരിയുള്ളത് എരി ഇല്ലാത്തതും കൂടിയാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എരിയുള്ള മുളകാണെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒത്തിരി എരി ആയി പോകും. വറ്റൽമുളക് കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം കൊച്ചുള്ളിക്ക് ആണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. സവാളയുടെ ടേസ്റ്റ് എനിക്ക് അറിയില്ല. അപ്പം നിങ്ങൾ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തതിന് ശേഷം, ഇത് തണുപ്പായതുകൊണ്ടായിട്ട് വെളിച്ചെണ്ണ അങ്ങനെ ഇരിക്കുന്നത്. വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇത്രയും വേണമെങ്കിൽ ഇത് കുറച്ചെടുക്കാം. അതല്ല വെളിച്ചെണ്ണ ഒട്ടും വേണ്ടെങ്കിൽ നമ്മൾ നല്ല നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ ആണെങ്കിൽ അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ടി വരില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിത് ചുട്ടാണെങ്കിലും എടുക്കാം. ചുട്ടെടുത്തിട്ടാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും ഈ ഒരു രീതിയിലാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിനുശേഷം നമ്മൾ വറ്റൽമുളക് ആദ്യം ഒന്ന് ചതച്ചെടുക്കുക. വറ്റൽമുളക് ആദ്യം ഒന്ന് ചതച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ അത് ഉള്ളിയും കൂടി ഇട്ട് കഴിയുമ്പോൾ അത് ശരിക്കും ചതഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കുക. അതൊന്ന് ചതച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഉള്ളിയും കൂടി ഇട്ട് അതും ഒന്ന് ചതച്ചെടുക്കുക. എല്ലാം ഒന്ന് ചതച്ചെടുത്താൽ മതി, ഓവറായിട്ട് അരച്ച് പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. അതുകൂടെ ഒന്ന് ചതച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളൊരു കളറിന് വേണ്ടി ഒരു ഇച്ചിരി കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ശകലമേ ചേർക്കുന്നുള്ളൂ, ഓപ്ഷണലാണ്. നമ്മൾ ജസ്റ്റ് കളറിന് വേണ്ടി ആഡ് ചെയ്തതേ ഉള്ളൂ. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനിയാണ് നമ്മളുടെ മെയിൻ താരം, ഉപ്പിലിട്ട മാങ്ങ. ഇത് നമ്മളൊന്ന് ഞെരടി കൊടുക്കുക. അതിന് ശേഷം നിങ്ങളിപ്പോൾ എത്ര വേണോ അത്ര എടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഒരു 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതലും എടുക്കാം, കുറവാണെങ്കിൽ കുറവും എടുക്കാം. കൂടുതലാണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ തന്നെ എടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇതൊന്നുകൂടെ ഒന്ന് ചതക്കണം തോന്നിയതുകൊണ്ട് ഞാനതിൽ മാങ്ങയുടെ അതെടുത്തിട്ട് സ്കിന്നിന് മുകളിലത്തെ ആ ഒരു ഇതെടുത്തിട്ട് നമ്മൾ ഇതിലേക്കിട്ട് അതുകൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അധികം പേസ്റ്റ് ആക്കിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ചതച്ചെടുക്കുക. പിന്നെ ഉപ്പ് നമ്മൾ ഉപ്പിലിട്ട മാങ്ങയായതുകൊണ്ട് അതിന് അത്യാവശ്യം നല്ല ഉപ്പ് കാണും. നിങ്ങളതുകൊണ്ട് ലാസ്റ്റ് മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പുണ്ടോ ഉപ്പില്ലയോ എന്ന്. ഉപ്പ് അതനുസരിച്ചിട്ട് പിന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാവൂ. ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്